ഓൾ കമ്മ്യൂണിക്കേഷൻ ടിപ്പ് സീരീസ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോഫ്റ്റ് സ്കിൽസ് കാറ്റഗറിയിൽ വരുന്നതാണ്. സോഫ്റ്റ് സ്കില്ലും ഉണ്ട്, ഹാർഡ് സ്കിൽസും ഉണ്ട്. ഹാർഡ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോർ സ്കിൽസ്. ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരാൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ കമ്പ്യൂട്ടർ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അയാളുടെ കോർ സ്കിൽ, അതായത് ഹാർഡ് സ്കില്ല്. സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആ കോഴ്സ് കഴിഞ്ഞിട്ട് അയാൾ ഇൻ്റർവ്യൂ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക, ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യുക, സെലക്റ്റഡ് ആവുക. അത് കഴിഞ്ഞ് കമ്പനിയിൽ വർക്ക് പ്ലേസിൽ ചെല്ലുമ്പോൾ അവിടെ നന്നായിട്ട് എല്ലാവരുമായിട്ട് പെരുമാറുക, ആൾക്കാരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക, ടീം ആസ് എ ലീഡർ എന്നുള്ള നിലയ്ക്ക് വർക്ക് ചെയ്യിപ്പിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അയാളുടെ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഹാർഡ് സ്കിൽസും സോഫ്റ്റ് സ്കിൽസും നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഉണ്ട്. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഹാർഡ് സ്കിൽസിലും സോഫ്റ്റ് സ്കിൽസിലും ഇമ്പ്രൂവ് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ കഴിയുന്നത് നിങ്ങൾ യൂത്ത് ആയിട്ടുള്ള ആൾക്കാർക്ക്, യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യണം. ബിക്കോസ് ആൾക്കാർക്ക് ഇങ്ങനെയുള്ളതിനെ കുറിച്ചൊക്കെ കുറച്ചും കൂടി ഒരു അവബോധം ഉണ്ടാവണമെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഒരു ചെറിയ സ്റ്റോറി പറയാം. അതായത് കാട്ടിന് നടുവിൽ ഒരു സ്കൂൾ തുടങ്ങി എന്താണെന്ന് വെച്ചാൽ മൾട്ടി ഡിസിപ്ലിനറി, പല കാറ്റഗറിയിലും അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കിൽ ഡെവലപ്പ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ സ്കൂളിൽ മുയലിൻ്റെ അച്ഛനമ്മമാർ മുയലിനെ കൊണ്ട് നേർത്തു, താറാവിൻ്റെ അച്ഛനമ്മമാർ അവരെ കൊണ്ട് നേർത്തു, താറാവിനെ കൊണ്ട് നേർത്തു, കുരങ്ങൻ, അതേപോലെ പ്രാവ്, അങ്ങനെയുള്ള പലതരത്തിലുള്ള മൃഗങ്ങൾ അവിടെ, പക്ഷികളും മൃഗങ്ങളൊക്കെ അവിടെ സ്റ്റുഡൻസായിട്ട് ചേർന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം ഓടാനാണ് പഠിപ്പിക്കണത്. അപ്പോൾ മുയൽ ഭയങ്കര സ്പീഡിലോടി, നല്ല സ്പീഡിലോടി. താറാവ്, പ്രാവ് തുടങ്ങിയൊക്കെയൊന്നും സ്പീഡ് കിട്ടുന്നില്ല ഓടാൻ. അപ്പോൾ അവർ നിരാശരായി, മുയൽ ഹാപ്പിയായി. എന്നുവെച്ചാൽ അതിൻ്റെ ഏരിയയിൽ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റിയല്ലോ. പിറ്റേ ദിവസം അല്ലെങ്കിൽ 1-2 ദിവസത്തിന് ശേഷം ഇന്ന് നീന്തൽ മത്സരമാണ്. നീന്തൽ പ്രാക്ടീസ് ആണ്. അതിൽ താറാവൊക്കെ നല്ല സ്പീഡിൽ നീന്തി. മറ്റ് മുയൽ, കുരങ്ങൻ ഇവയ്ക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. പിന്നെ പിറ്റേ ദിവസം മരം കയറൽ ആണ് പഠിപ്പിക്കണേ. അപ്പോൾ അതിൽ മരം കയറാനായിട്ട് മുയലിനൊന്നും പറ്റുന്നില്ല. അപ്പോൾ പിറ്റേ ദിവസം പറക്കാനായിട്ട് ആർക്കും പറ്റുന്നില്ല. അതായത് കുരങ്ങനും പറ്റുന്നില്ല, മുയലിനും പറ്റുന്നില്ല, അങ്ങനെയുള്ള ജീവികൾക്ക് പറ്റുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന്, ഈ സ്റ്റോറിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അവരുടെ കോർ സ്കില്ലുണ്ട്. ആ നമ്മുടെ കോർ സ്കില്ല് എന്താണോ എന്ന് മനസ്സിലാക്കി അത് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. അല്ലാതെ ഇപ്പോൾ എല്ലാ സ്കില്ലും കൂടി ഡെവലപ്പ് ചെയ്യാൻ ആർക്കും സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ഒരു കോർ സ്കില്ല് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ചെയ്യുക, അത് ഡെവലപ്പ് ചെയ്യുക. അതിപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, കമ്പ്യൂട്ടർ സയൻസ് ബേസ്ഡ് ആണെങ്കിൽ ലേറ്റസ്റ്റ് ടെക്നോളജി എന്താണെന്നതിനെ കുറിച്ച് പഠിക്കുക, അത് അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ കോർ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത്. അതേസമയം സോഫ്റ്റ് സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറൊരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് പറയാം. ഒരാൾ ഒരു മ്യൂസിക്കൽ ടാലൻ്റ് ഉള്ള ഒരു ബാലൻ, കുട്ടിക്കാലത്ത്. അപ്പം മ്യൂസിക്കൽ ടാലൻ്റ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഇപ്പോൾ താളബോധം അല്ലെങ്കിൽ ശ്രുതിബോധം, അല്ലെങ്കിൽ നല്ല ശബ്ദ സൗന്ദര്യം, ശബ്ദ സൗകുമാര്യം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ അത് ശബ്ദമാധുര്യം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഇവർക്ക് ബൈ ബർത്ത് കിട്ടുന്ന കുറേ ആനുകൂല്യങ്ങളാണ്. അതൊക്കെയാണ് നമ്മൾ ഈ ബൈ ബർത്ത് കിട്ടുന്ന ടാലൻസ്. ഈ ടാലൻസ് ഒക്കെ ഉള്ളൊരു ആള് അത് ട്രെയിനിങ്ങിലൂടെ അത് ഡെവലപ്പ് ചെയ്യാണ് അവരുടെ പാട്ട്. അങ്ങനെ പാട്ട് നന്നായിട്ട് ഡെവലപ്പ് ചെയ്തു. പക്ഷേ ഈ ആൾ വളർന്ന് മുതിർന്നപ്പോൾ ഈ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അതായത് ആസ് എ മ്യൂസീഷ്യൻ എന്നുള്ള നിലയ്ക്ക് ആൾക്കാരോട് അവസരങ്ങൾ ചോദിക്കാൻ മടി, ആരെങ്കിലും ചെറുതായിട്ട് ക്രിട്ടിസൈസ് ചെയ്യും, പാട്ടിനെ കുറിച്ച് പറയുമ്പോഴേക്കും ഡൗൺ ആവുക, എവിടെയെങ്കിലും അവസരം ചോദിച്ചാൽ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡൗൺ ആവുക.
അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അവനവൻ്റെ ചെയ്യുന്ന പ്രവൃത്തി പൈസ ചോദിച്ച് മേടിക്കാനുള്ള ഒരു കഴിവില്ലായ്മ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇയാൾ വളരെ വീക്കായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ആസ് എ മ്യൂസീഷ്യൻ എന്നുള്ള നിലയ്ക്ക് സക്സസ്ഫുൾ മ്യൂസീഷ്യൻ ആവാൻ കഴിയില്ല. അയാൾക്ക് ടാലൻ്റ് ഉണ്ട്, പക്ഷേ അയാൾക്കത് സക്സസ് ആവാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ അയാളുടെ സോഫ്റ്റ് സ്കിൽസാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോർ സ്കിൽസ് അല്ല, കോർ സ്കിൽസ് അയാളുടെ മ്യൂസിക് സ്കിൽസാണ്. അത് അയാൾ ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾക്ക് ആസ് എ മ്യൂസീഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാളുടെ സോഫ്റ്റ് സ്കില്ലും കൂടി ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പം ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. 2 കാര്യങ്ങളാണ് എനിക്ക് മെസ്സേജ് ചെയ്യാനുള്ളത്. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മെസ്സേജ് തരാനുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ ഹാർഡ് സ്കിൽസ്, കോർ സ്കിൽസ് എപ്പോഴും അതാണ് നിങ്ങളുടെ ഏതാണോ സ്ട്രെങ്ത്ത്, അത് കൂടുതൽ സ്ട്രെങ്തൻഡ് ആക്കുക, അത് ബലപ്പെടുത്തുക. സോഫ്റ്റ് സ്കില്ലിൻ്റെ ഭാഗത്ത് നമുക്ക് ഏത് ഏരിയയിലാണോ വീക്കായിരിക്കുന്നത്, അതായത് ഒരു ലീഡർഷിപ്പോ ഒരാളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാനോ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്ത് പോകാനായിട്ടോ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവില്ലായ്മയോ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നോന്ന് പറയാൻ പറ്റായ്മയോ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെറുതായിട്ട് പറയുമ്പോഴേക്കും ഫീലിങ്സ് ആവുന്ന പ്രശ്നങ്ങളോ, ഇതൊക്കെയാണ് നമ്മുടെ സോഫ്റ്റ് സ്കിൽ പാർട്ട്. അതാണ് നിങ്ങൾക്ക് ഏത് ഏരിയയിലാണ് വീക്ക് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ബലപ്പെടുത്തണം. അതായത് ഹാർഡ് സ്കിൽസിൽ നമ്മൾ സ്ട്രെങ്ത്തും ബലപ്പെടുത്തണം, സോഫ്റ്റ് സ്കിൽസിൽ നമ്മുടെ വീക്ക്നെസ് ഉള്ള ഏരിയ ഏതാണെന്ന് വെച്ചാൽ അതാണ് ബലപ്പെടുത്തേണ്ടത്. ഇനി ഞാൻ കമ്മ്യൂണിക്കേഷൻ ടിപ്സിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.